മാനർമ ചാൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തമിഴ് സിനിമയുടെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ജനനായകൻ ദളപതി വിജയ് നായകനായിട്ട് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ജനനായകൻ. അപ്പോൾ ഇതിൽ മ്യൂസിക് കൈകാര്യം ചെയ്തത് നമ്മുടെ അനിരുദ്ധാണ്. അപ്പം ഇപ്പോൾ ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു റൂമർ, സ്ട്രോങ് ആയിട്ടുള്ളൊരു റൂമറാണ് വരുന്നത്. ഹനുമാൻ കൈൻഡും അനിരുദ്ധും കൂടെ ഒരു റാപ്പ് സോങ് ഇതിനകത്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുള്ള ഒരു അപ്ഡേറ്റ് ആണ് വരുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റൂമറാണ്. മിക്കവാറും ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇത് വേറൊരു തരത്തിലുള്ള ഒരു സംഭവമായിരിക്കും. കാരണം ഹനുമാൻ കൈൻഡൊക്കെ ഇപ്പോൾ വേറൊരു റേഞ്ചിലാണ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ ചെയ്ത സാധനങ്ങളെല്ലാം അത്രത്തോളം വേൾഡ് വൈഡ് റീച്ച് കിട്ടിയ സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പം വിജയുടെ ഒരു ലാസ്റ്റ് സിനിമയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പം പുള്ളി അത് നല്ല രീതിക്ക് തന്നെ മുതലെടുത്ത് നല്ല രീതിക്ക് തന്നെ ഒരു ഹെവി ഐറ്റം തന്നെ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല. എന്തായാലും ഈ സിനിമയിൽ ഈ ഒരു സോങ് ചിലപ്പോൾ ഫസ്റ്റ് സിംഗിളായിട്ട് വരാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്കതെല്ലാം കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും പടം നല്ലൊരു പടമായിരിക്കും. ഇനി ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഇനിയും വരും ദിവസങ്ങളിൽ വരും. അടുത്ത സിനിമ സൂര്യ നായകനാക്കി കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത റെട്രോ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇതിനകത്ത് നമ്മുടെ രണ്ട് മലയാളി സാന്നിധ്യം കൂടെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒന്ന് ജോജു ജോർജും പിന്നെ നമ്മുടെ ജയറാമും. ഈ സിനിമ ഒരു റൊമാൻറ്റിക് ആക്ഷൻ മൂടി പോകുന്ന ഒരു ചിത്രമാണ്. ഇപ്പോൾ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഒക്കെ ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുള്ളതായിരുന്നു. മെയ് 1 ഈ സിനിമ റിലീസ് ആവുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഓഡിയോ ലോഞ്ചും ട്രെയിലറും എന്നാണെന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു ഈ അപ്ഡേറ്റ് വന്നത്. ഏപ്രിൽ 18 ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചും അവിടെ വെച്ച് തന്നെയാണ് ഇവർ അതിൻ്റെ ട്രെയിലർ ലോഞ്ചും കൂടെ നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ സിനിമയിൽ നല്ല രീതിക്ക് തന്നെ ഒരു എക്സ്പെക്ടേഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണിത്. കാരണം ഇതിൻ്റെ ഒരു സോങ് തേർഡ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ദാ വണ്ണെന്ന് പറഞ്ഞുള്ള ശരിക്കും അടിപൊളി ഒരു സോങ് തന്നെയായിരുന്നു. സൂര്യയ്ക്ക് വേണ്ടി എഴുതിയ വരികൾ പോലെയാണ് ആ ഒരു സോങ് നമുക്ക് കേട്ടപ്പോൾ ഫീൽ ചെയ്തത്. തിരിച്ചു വരവിൻ്റെ ഒരു പവറുള്ളൊരു സോങ് ആയിരുന്നു. ആ റെട്രോയുടെ ഭാഗത്തുനിന്ന് ഇറങ്ങിയ 3 സോങ്ങുകളും നല്ല സോങ്ങുകളായിരുന്നു. നല്ല രീതിക്ക് തന്നെ റീച്ച് ആയ സോങ്ങുകളായിരുന്നു. പ്രത്യേകിച്ച് കനിമ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സോങ്ങാണ്. അപ്പം ആ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഏതായാലും സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് തന്നെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ അപ്ഡേറ്റ്സ് ആണെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് ഇതുവരെയായിട്ട് അപ്ഡേറ്റ് വിട്ടിട്ടുള്ളത്. നമുക്കൊരു ലാഗ് ഒന്നും തരാതെ പെട്ടെന്നുള്ള രീതിക്കാണ് അപ്ഡേറ്റ്സും വിട്ടിട്ടുള്ളത്. ഇപ്പം പ്രൊമോഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമയുടെ ബുക്കിംഗ് ഒക്കെ ഈ ഉടനെ തന്നെ ആരംഭിക്കും. മെയ് 1 ചിത്രം ഇറങ്ങുന്നത്. വലിയൊരു പ്രതീക്ഷയോടാണ് ഈ സിനിമ ഇരിക്കുന്നത്. സൂര്യയുടെ ഒരു വലിയൊരു തിരിച്ചുവരവ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. എന്തായാലും നല്ലൊരു സിനിമയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കൈദി 2ൻ്റെ അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം LCUവിൻ്റെ ആ ഒരു തുടക്കം കൈദിയായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയുടെ 2ാം ഭാഗം എല്ലാവരും നോക്കിക്കാണുന്ന ഒരു ചിത്രമാണ്. പിന്നെ ഈ കൈദി 2-നകത്താണെങ്കിലും നമ്മുടെ ഇതുവരെയായിട്ടുള്ള LCUവിനകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റും ഈ ഒരു സിനിമയ്ക്കകത്ത് കാണും. അതായത് മെയിനായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഈ ഒരു സിനിമയ്ക്കകത്ത് കാണുമെന്ന് ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ചിലർ അവരുടെ ഒരു ഫേസ് മൊത്തത്തിലുള്ള ഒരു പ്രസൻസ് ഇല്ലെങ്കിലും അവരുടെ ഒരു വോയിസ് ഓവറെങ്കിലും ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരിക്കുമെന്ന് ലോകേഷ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ സിനിമ LCUവിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ രീതിക്ക് വലിയ സ്കെയിലിൽ വരുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടുകൂടിയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കഥയെന്ന് പറയുന്നത് കൈദിക്കും വിക്രത്തിനും ഇടയ്ക്ക് സംഭവിക്കുന്ന ആ ഒരു സ്റ്റോറിയാണെന്നുള്ള രീതിക്കാണ് കൈദി 2ൻ്റെ സ്റ്റോറി പോകുന്നത്. അപ്പം എന്തായാലും നമ്മൾ കണ്ടു തന്നെ അറിയണം ഈ കൈദി 2-നകത്തെ മെയിൻ വില്ലൻ ആരാണ് എന്നൊക്കെ. റോളക്സ് ആണെന്നൊക്കെ ഒരു സംസാരമുണ്ട്. നമുക്ക് എന്തായാലും അത് കറക്റ്റായിട്ട് അറിയണം. കാരണം റോളക്സിൻ്റെ കൂടെ ഉള്ളവരെയാണ്. കാർത്തിയാണെങ്കിൽ അതിനകത്ത് ഒരു ജയിലിൽ കിടന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരു വല്ലാത്തൊരു നോട്ട് അവരെ ഇതിനു മുമ്പ് അറിയാമെന്നുള്ള രീതിക്ക് നോക്കിയിട്ട് പോകുന്നതും പിന്നെ അടയ്ക്കളമാണെങ്കിൽ കാർത്തികയുടെ പേര് പറയാതെ തന്നെ പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം നമുക്ക് ചിന്തിക്കാം ചിലപ്പം റോളക്സ് ആയിരിക്കും അതിനകത്ത് ഒരു വില്ലനായിട്ട് വരിക. എന്തായാലും നമുക്കത് കണ്ടു തന്നെ അറിയണം ഈ ഒരു സിനിമ എത്രയും വലിയൊരു രീതിക്ക് വരും. എന്തായാലും തമിഴ്നാട്ടിൽ തന്നെ അതിന് മുമ്പ് വരെയുള്ള എല്ലാ റെക്കോർഡും തൂത്തുവാരി അടിക്കാനുള്ള ഒരു പവറുള്ള ഒരു സിനിമയാണ് കൈദി 2. എന്തായാലും ആ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. തമിഴിൽ ഇനി വരാൻ പോകുന്ന ഈ ചിത്രങ്ങളെല്ലാം വലിയ സിനിമകളുമാണ്. എല്ലാവരും നോക്കിക്കാണുന്ന വലിയ പ്രതീക്ഷയുള്ള ചിത്രങ്ങളുമാണ്. പിന്നെ നിങ്ങൾ ഈ സിനിമയിൽ ഏറ്റവും കൂടുതലും കാത്തിരിക്കുന്ന ഈ ചിത്രമാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് സിനിമയ്ക്കകത്തായിരിക്കും FTFS പോകുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.